നിങ്ങൾ ഓടിവായോ, വന്നൊന്ന് കണ്ടോ. ബീഫ് കഴുകി വാരി വെച്ചു. അതിനകത്തോട്ട് ഇച്ചിരി ഇഞ്ചി ഇട്ടു, ഇച്ചിരി വെളുത്തുള്ളി ഇട്ടു. ഇനി ഇച്ചിരി മഞ്ഞപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൂടെ പെരട്ടി ഉപ്പും ഒക്കെ ആയിട്ട് അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട് വെക്കും. മഞ്ഞപ്പൊടി അങ്ങോട്ട് ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടേ, മഞ്ഞപ്പൊടി ഇട്ടു. മുളക് പൊടി, മുളക് പൊടി എന്ത് ചെയ്യുന്നു എടുക്കട്ടെ. മുളക് പൊടി ശകലം കേട്ടോ, പെരട്ടാനും മാത്രം. പിടിയും ഉണ്ടാക്കുന്നതാണേ. സമയം ഇത്രയുമായി, ഊണ് കഴിക്കാൻ നേരമായി. നേരം പെട്ടെന്ന്. ഇനി ഒരു ശകലം പെരുംജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്, അത് ശകലം ഇതിനകത്തോട്ടൊന്ന് ഇടുവേ. ഒരു ശകലം കുരുമുളക് പൊടി, കുരുമുളകും പൊടിച്ച് വെച്ചിട്ടുണ്ടേ, ശകലം അത് വിട്ടേ. എല്ലാം ശകലിച്ച കേട്ടോ. ഇനി ശകലം ഉപ്പ് എനിക്ക് കൈയളവാണ്, അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഉപ്പ് എടുക്കുവാണേ. എൻ്റെ വീട്ടിലായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഞാൻ ജോലി ചെയ്യുന്നത് ഇങ്ങനൊന്നും അല്ല. ഉപ്പ് ഇട്ടു. അമ്മ എവിടാ ജോലി ചെയ്യുന്നേ? അറിയില്ലേ, വെണ്ടക്കാല ഷാപ്പിലെ പാചകക്കാരിയാ. നിങ്ങൾ എന്നെ കണ്ടിട്ടില്ലേ? അറിയത്തില്ലേ നിങ്ങൾക്ക് എന്നെ? ഇനി ഇതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കുവേ. തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു. ഒരു ശകലം മസാല പൊടിച്ചത്, ഇതെല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് നല്ല സുഖമായിട്ടൊന്ന് പെരട്ടി ഞാൻ. ഒരു ശകലം, എനിക്കെല്ലാം കൈയളവാ. എൻ്റെ വീട്ടിലെ ആയതുകൊണ്ടാണ് കയ്യിൽ ഇങ്ങനെ എടുക്കുന്നത്. നിങ്ങളാരും ഒന്ന് വിചാരിച്ചേക്കല്ലേ. ഇനി ഇത് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇങ്ങനെ നല്ലതായിട്ട് അങ്ങോട്ട് പെരട്ടി, കളറൊക്കെ നല്ല ഇതായിട്ട് അങ്ങോട്ട് വരും കേട്ടോ. കളർ കിട്ടുന്നുണ്ടോ? കണ്ടോ? എല്ലാം പെരട്ടി വെച്ച് ഇനി കുക്കർ അങ്ങോട്ട് അടച്ചു. ഇതൊരു 2-3-4 വിസിൽ അങ്ങോട്ട് അടിക്കും. 3-4 വിസിലേ പറ്റുമോ? 5 വിസിലെങ്കിലും വേണ്ടേ? ഒരു 4 വിസിലടിച്ച് അവിടോട്ട് വെക്കും. അന്നേരത്തേക്ക് സബോള എല്ലാം വഴത്തും. അപ്പം അത് റെഡിയാകും കേട്ടോ. അതവിടെ ഇരിക്കട്ടെ, അതവിടെ വേകട്ടെ കേട്ടോ. ഇനി നമുക്ക് വഴത്താനുള്ളതെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനൊന്ന് വഴത്താനിടുവാണേ. വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. വെളിച്ചെണ്ണയ്ക്ക് ഇപ്പം എന്താ വില, എന്നാലും എൻ്റെ വീട്ടിൽ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ. എനിക്ക് എല്ലാത്തിനും എണ്ണ ഇങ്ങനെ നല്ല കാര്യമായിട്ട് വേണം. എൻ്റെ മോൾ എന്നെ വഴക്ക് പറയും, എന്നാലും ഞാനത് കാര്യമാക്കുകയില്ല കേട്ടോ. എനിക്ക് വെളിച്ചെണ്ണ വേണം. എണ്ണയൊന്ന് ചൂടാകട്ടെ. അടുപ്പിനൊക്കെ ഇച്ചിരി താമസ സൗകര്യം കുറവാണ്. താമസ സൗകര്യം പിന്നെ അടുപ്പിലല്ലേ താമസിക്കുന്നത്? എന്നൊക്കെയാന്ന് പറയുന്നത്. എന്നെ അമ്മമ്മയുടെ കടുകും പാത്രത്തിൽ കിടക്കുന്നേ. കടുകും പാത്രത്തിൽ എൻ്റെ സമ്പാദ്യം. എണ്ണ ചൂടായോ? എണ്ണ ചൂടായി വരുന്നു. അതിലേക്ക് ഇച്ചിരി കടുക് ഇങ്ങനെ ഇടുവേ. കഴുകിയതാ കേട്ടോ. കടുക് ഇടുവാണേ. കടുക് എണ്ണ അങ്ങോട്ട് ശരിയായില്ലെന്ന് തോന്നുന്നു. കടുക് അങ്ങോട്ടൊന്ന് പൊട്ടാൻ ടക്കൊന്ന് പൊട്ടു ഇപ്പം കേട്ടോ. കടുകിട്ടു. കടുകൊന്ന് പൊട്ടട്ടെ, ഇച്ചിരി താമസം വരും. ചൂടാകാൻ താമസം വന്നേ, ഇതിൻ്റെ ഒരു താമസം. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാക്കൊത്ത് ഒന്നിടുക. അതൊന്ന് ചുമക്കാൻ വേണ്ടി അതൊന്നിട്ടു. പതുക്കെ സ്പൂണ് വെച്ചിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കും. അത് പെട്ടെന്ന് ചുമന്നോളും കേട്ടോ. ഒന്ന് ചുമന്ന് വരുമ്പോഴത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട്.
താഴെ. ഇനി അടുത്തത് തേങ്ങ ചുമന്നേ. ഇനി അടുത്തത് ഞാൻ വെളുത്തുള്ളി ഇട്ടു. ഇഞ്ചി ഇടുന്നില്ല അമ്മ? ഇഞ്ചി ഇടണം. വെളുത്തുള്ളി ഒന്ന് ശകലം ഒരു കളർ വ്യത്യാസം വരുമ്പം വെളുത്തുള്ളി ഇട്ട് കൊടുക്കും, ഇഞ്ചി ഇട്ട് കൊടുക്കുക. അയ്യോ, 2 പച്ചമുളക് എടുത്തില്ല. എൻ്റെ മുളക് പോയി എടുക്കണമേ. ഉണ്ടിപ്പോൾ എടുത്തിട്ട് ഓടിപ്പോയി. ഞാൻ 2 പച്ചമുളക് എടുത്തുകൊണ്ട് വരട്ടെ. എൻ്റെ മുളക് വെളുത്തുള്ളി ഒന്ന് ശകലം കളർ മാറിയേ. അതിലേക്ക് ഞാൻ ഇഞ്ചി അരിഞ്ഞ് വെച്ചത് ഇടുവാണ്. അത് നീളത്തിലൊക്കെ അരിഞ്ഞ് വെച്ചതാണ്. ഇത് പെട്ടെന്നൊരു തട്ടിക്കൂട്ടല്ല കേട്ടോ. ഇതിവിടെ കിടന്നൊന്ന് വഴുതട്ടെ. ഈ പച്ചമുളക് എടുത്തതില്ല, ഞാൻ ഓടിച്ചെന്നെ പച്ചമുളകിൽ നിന്ന് 2 പച്ചമുളക് പറിച്ചുകൊണ്ട് വരട്ടെ. ഞങ്ങളിവിടെ എരിവൊന്നും അധികം വേണ്ടാത്തതുകൊണ്ടേ പച്ചമുളകൊന്നും ഒത്തിരി ഇടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനൊരു 3-4 പച്ചമുളക്. ഞങ്ങളുടെ അച്ചാച്ചന് ഒത്തിരി എരിവ് വഴിയേ പോകാൻ പറ്റത്തില്ല. ബീഫിനൊക്കെ തീരെ എരിവ് കുറച്ചാണ് ചെയ്യുന്നത്. പച്ചമുളകൊക്കെ ഇപ്പം ഞാനൊന്ന് ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഇടുന്നതേ ഉള്ളൂ. ഞാൻ പച്ചമുളക് ഇടത്തില്ല, പുള്ളിക്ക് കൂട്ടാൻ മേലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടു, പച്ചമുളക് ഇട്ടു. ഇതെല്ലാം ഒന്ന് വഴന്നേ. ഇതിലേക്ക് ഞാൻ സബോള അരിഞ്ഞ് ഇടാൻ വേണ്ടിയാണ്. സബോള അരിഞ്ഞ് വെച്ചത് ഇതിലേക്ക് ഞാൻ അങ്ങ് ഇടുക. ഇതിവിടെ കിടന്നൊന്ന് നല്ലതായിട്ട് വഴരും. കരിയാപ്പില എടുത്തിട്ടില്ല കേട്ടോ, അതിനും പോകണം. എൻ്റെ കരിയാപ്പില പോയി എടുത്തുകൊണ്ട് വരണം, എടുത്ത് വെച്ചിട്ടില്ല. ഇവിടെ കിടന്ന് വഴരുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ഒരു 2 കരിയാപ്പിലൊക്കെ എടുത്തുകൊണ്ട് വരട്ടെ. എൻ്റെ സ്വന്തം കരിയാപ്പയിലൊക്കെ ഞാനങ്ങനെ പച്ചക്കറിക്കടയിൽ നിന്നൊന്നും വാങ്ങിക്കാറില്ല. എൻ്റെ സ്വന്തം കരിയാപ്പയിൽ നിന്ന് എടുത്ത് ഞാൻ സ്വന്തമായിട്ട് അതൊക്കെ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓടിച്ചെന്ന് കരിയാപ്പില എടുത്തുകൊണ്ട് വരട്ടെ. ഇതിലേക്ക് ഒരു തുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുക. സബോള പെട്ടെന്ന് വഴരാൻ വേണ്ടിയാണ് കേട്ടോ. ഇങ്ങനെ വഴരാൻ വെക്കും. നല്ലതായിട്ട് അങ്ങോട്ട് ഇളക്കി എൻ്റെ കരിയാപ്പിലയും കൂടെ ഒക്കെ ഇട്ടിട്ട് മൂടി അവിടെ വയ്ക്കും കേട്ടോ. അങ്ങനെ ഓടിച്ചെന്ന് 2 കരിയാപ്പില എടുത്തുകൊണ്ട് വരട്ടെ. എൻ്റെ കരിയാപ്പില കേട്ടോ. ഇതിലേക്ക് കരിയാപ്പില അങ്ങോട്ട് ഇടുക. കരിയാപ്പില പിന്നെ ഇടും. ഇതിപ്പം കരിയാപ്പില ഇതും എല്ലാം കൂടെ ഒന്ന് വഴരുമ്പം നല്ല മണം അങ്ങോട്ട് അടിക്കും നമ്മുടെ വീട്ടിൽ. പിന്നെ ടേസ്റ്റാണെന്നറിയാവോ, ഈ കരിയാപ്പില ഇതും എല്ലാം കൂടെ കിടന്ന് വഴരുമ്പോഴേ അല്ല, അതെന്താ ചെയ്യാൻ പോകുന്നേ, ഇങ്ങോട്ട് വഴത്തി ഉണ്ടോ. കരിയാപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം കൂടെ ഒന്നിച്ച് കിടന്ന് അങ്ങോട്ട് വഴരും. അതവിടെ കിടന്ന് വഴരട്ടെ. ഇവിടെ കിടന്ന് വഴരട്ടെ. ഞാൻ
ഇതങ്ങോട്ട് മൂടി വെക്കും. എനിക്ക് വേറെ ഇച്ചിരി പണിയുണ്ട്. അമ്മേ മരുന്ന് കഴിഞ്ഞോ അമ്മേ? നോക്കട്ടെ. ഇതിന്റെ മൂടി അങ്ങോട്ട്. ആഹാ, എന്നാ മണം. മതി എൻ്റെ അമ്മ. ഇത് വഴന്ന് നല്ല ഇതായി. ഇനി ഇതിലേക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ശരിയോ ഇച്ചിരി അധികമോ ഒക്കെ ഇട്ടോ. മഞ്ഞപ്പൊടി ഇട്ടു. മഞ്ഞപ്പൊടി ഇട്ടിരുന്നു. പൊടിയിട്ട് ഇതിലേക്ക് ഒരു ഇച്ചിരി മുളക് പൊടി ഇടുകയാണ്. ഇവിടെ മുളക് പൊടിയൊന്നും ഇടാൻ പറ്റത്തില്ല, എന്നാലും ഇപ്പം ഞാൻ ഇച്ചിരി ഇടുക കേട്ടോ. ഞങ്ങൾ എരിവ് വിരോധികളായി തീർന്നിട്ടുണ്ട്. എരിവ് പറ്റത്തില്ല, എൻ്റെ അണ്ണന് കൂട്ടാൻ പറ്റത്തില്ല എരിവ് ഒത്തിരി. അങ്ങനെ ഞാൻ കഴിവതും എരിവ് കുറച്ചാണ് ബീഫ് കറി വെക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിക്കും നിങ്ങൾ. ഞാനതിന് മസാലപ്പൊടിയും കുരുമുളക് പൊടിയും മാത്രം. അമ്മ ഞാൻ പതുക്കെ പറയുന്നത് കേൾക്കുന്നില്ലയോ? കേൾക്കുന്നില്ല. മുളക് പൊടി ഇട്ട് ഇങ്ങനെ നല്ലതായിട്ടൊന്ന് വഴത്തും. അധികം സമയമായില്ല കേട്ടോ. സബോള ഇതുമെല്ലാം ഒന്ന് വഴന്ന് വരുന്ന നേരമേ ആയുള്ളൂ. ബീഫ് വെന്തിരിക്കുന്നു. മുളക് പൊടി ഒന്ന് വഴരട്ടെ. തീ കുറച്ച് വെച്ചു. മുളക് പൊടി വരുന്നേ. നമ്മൾ ഒരു ശകലം പെരുംജീരകപ്പൊടിയൊക്കെ ഇട്ടില്ലേ, ഇനി ഇതിന് ആവശ്യമുള്ള പെരുംജീരകപ്പൊടി ഇടണം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം, എന്തുമാത്രം വേണം അത് അവനവൻ്റെ ഇഷ്ടത്തിനാണ് ഇടുന്നത്. പെരുംജീരകം ഒത്തിരി ചേർക്കാത്തവർ കാണും. അതിലേക്ക് ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടു, ശകലം. ഞാൻ പറഞ്ഞില്ലേ എരിവ് പാടില്ല. ഞങ്ങൾക്ക് എരിവ് പാടില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. എരിവൊക്കെ ആവശ്യത്തിന് ചേർക്കുന്നവർക്ക് ഇതിലുമൊക്കെ കൂടുതൽ അളവെടുക്കും. പിന്നെ പൊടിച്ചു വെച്ച് മസാല കൂട്ട് പൊടിച്ചു വെച്ചതാണ് ഇത്. ഇതങ്ങോട്ടിട്ടു. ഇതുപോലെ ഇട്ട് ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം തന്നെ ഒരു നല്ല ഇതായി കേട്ടോ. ഇതൊന്ന് നല്ലതായിട്ട് വഴന്ന് കഴിഞ്ഞ് ഇത്രയും ഇതായി. ഇതെല്ലാം വഴന്ന് കഴിഞ്ഞ് നമ്മൾ ഇച്ചിരി മീറ്റ് മസാല ഇച്ചിരി അങ്ങോട്ട് ഇടുവേ. മീറ്റ് മസാല ഇട്ട് ഇളക്കുവാണ്. എന്താ ഗ്രേവി ഒന്നും ഇത്രയും വേണ്ടാത്തവർ ഇത് കുറച്ചേ എടുക്കാവുള്ളൂ. ഇവിടെ ഗ്രേവി വേണ്ടത് കൊണ്ട് ഞാൻ ഇച്ചിരി നല്ലതായിട്ട് എടുത്തതാണ് കേട്ടോ. ഇപ്പം റെഡിയായേ. ഇനി നമ്മൾ വെന്ത് വെച്ചേക്കുന്ന സാധനം ഇതിനകത്തോട്ട് എടുക്കണം. നിർത്താം. ശരിയേ. ഇനി ഇറച്ചി നല്ലതായിട്ട് വെന്തിരിക്കുകയാണ്. ഇതിനകത്ത് ഇച്ചിരി ഗ്രേവി വെള്ളമുണ്ട്, അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും. ബീഫ് കറിയാ, ബീഫ് ഒലത്തല്ല കേട്ടോ. വേറെ ബീഫ് ഉലർത്തുമായി നമ്മൾ വരും. തീർച്ചയായിട്ടും നല്ലൊരു അടിപൊളി മീൻകറിയായിട്ട് അമ്മച്ചി വരും. നല്ല അടിപൊളി ഷാപ്പിലെ മീൻകറി. ആ വെള്ളം ഒഴിച്ച് ഇനി അടുത്ത് വേറൊരു കുക്കുണ്ട് കേട്ടോ, അമ്മയുടെ അമ്മ. അദ്ദേഹത്തിന് ഞാൻ ഇപ്പം തന്നെ കാണിച്ചു തരാവേ. നമ്മൾ ആ ഗ്രേവി വെള്ളമൊക്കെ ഇതിലേക്ക് ഒഴിച്ച് ഇത് നല്ലതേ കണ്ടോ, നല്ല കുറുകി ഇത് കണ്ടോ നല്ല. ഇതിപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നറിയാം, ഇങ്ങനെ ഒന്ന് വെച്ചിരുന്നെങ്കിൽ 2 പൊറോട്ടയും ഒക്കെ ആയിട്ടൊന്ന് കഴിക്കാം. ടേസ്റ്റോട് കൂടി കേട്ടോ. കണ്ടോ ഇതിൻ്റെ ഈ ഗ്രേവിയൊക്കെ, ഇതിൻ്റെയൊക്കെ കളർ കണ്ടോ. നല്ല കൊഴുപ്പും ഒക്കെ ആയിട്ട് ഉണ്ടോ. ഇത് റെഡിയായി. ഇനി ഇതിലേക്ക് ബീഫ് കുടഞ്ഞിടുവാണ്. ഇത് കണ്ടോണം, ബീഫ് കറി. ആഹാ,
ഇതിവിടെ ഇരുന്ന് 2 മിനിറ്റ് നേരം ഒന്ന് തിളച്ച് എല്ലാം സെറ്റാകും കേട്ടോ. ഇത് കൂട്ടി പൊറോട്ട, പാലപ്പം, കള്ളപ്പം എന്ന് വേണ്ട എന്ത് സാധനം വേണേ കഴിക്കാക്കാളിലും നല്ലത് എന്താണെന്നറിയാവോ? അങ്ങോട്ട് കപ്പ വേവിച്ചിട്ട് ഇതങ്ങോട്ട് കുറച്ച് ഒഴിച്ച് ആഹാ കുഴച്ച് കുഴച്ച് അങ്ങോട്ട് തിന്നുന്നേ എന്താ ടേസ്റ്റ് എന്നറിയാവോ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നാ 2 മിനിറ്റ് കഴിയട്ടല്ലേ? 2 മിനിറ്റ് ഒന്ന് ഇരിക്കട്ടെ. ഇതിൻ്റെ മോളെ ഒന്ന് ഉപ്പ് കാണിക്കണം, ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഞാൻ ഒരു സാധനം അങ്ങനെ ഉപ്പ് നോക്കാറില്ല. എൻ്റെ അണ്ണനാണ്. ഓക്കെ, കറി റെഡി ആയിട്ടുണ്ടേ. ഞാൻ ഒരു ഇച്ചിരി കരിയാപ്പിലയും കൂടി ഇതിൻ്റെ മേളിലോട്ടൊന്ന് ചെയ്യുവാണേ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതൊന്നും ഉപ്പ് നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. എൻ്റെ കറിയുടെ നല്ലതോ ചീത്തയോ പറയുന്നത് എൻ്റെ അണ്ണനാണ്, അതായത് എൻ്റെ ഭർത്താവേ. ഞാൻ അണ്ണനെ വിളിക്കാവേ. അണ്ണാ, അണ്ണാ കറി റെഡിയായേ, ഒന്ന് നോക്കിക്കേണ്ണ. കറിക്ക് ഇനി എന്തെങ്കിലും ചേർക്കാനുണ്ടോ? എല്ലാം റെഡിയായോ? ഒന്ന് നോക്കിക്കേണ്ണ. എടുക്കണം. പിന്നെ അടുപ്പിലിരിക്കുന്ന കറി പിന്നെ തണുപ്പില്ല. കാണത്തൊക്കെ വിധത്തിൽ നോക്കിക്കേ. എൻ്റെ അണ്ണ, ഞാൻ ഇത്ര നേരം ഈ ചൂടയിലൊക്കെയാണ് നിന്നത്. ഇതൊന്ന് നോക്ക്. ഞാൻ ഊതിത്തരണോ? ഞാൻ ഊതി തരാം. ഊതേ. ഓ, അണ്ണൻ ടേസ്റ്റ് നോക്കുന്നല്ലേ എപ്പോഴും, പിന്നെ എന്താ. ഒരു കഷ്ണം കൂടെ എടുത്ത് തിന്ന് നോക്കേ. പാത്രത്തിലെടുക്കേ, ഒരിച്ചിരി പാത്രത്തിലോട്ട്. അന്നിത് കൂട്ടി ഇച്ചിരി ചോറുണ്ണാൻ തോന്നുന്നുണ്ടോ? പക്ഷെ ഞാൻ ചോറ് ബഹിഷ്കരിച്ചു. ചോറുണ്ണില്ല, ഞാൻ കപ്പ ഒഴുങ്ങി തരട്ടെ? ഇറച്ചിക്കറി കൂട്ടി കപ്പ തിന്നാൻ നല്ലതാണ്. സൂപ്പർ പറയണ. ഇതാണ് നമ്മുടെ ഷാപ്പിലമ്മയുടെ ബീഫ് കറി. എൻ്റെ കറിയുടെ രുചി അറിഞ്ഞ് പറയുന്നത് എൻ്റെ അണ്ണനാണ്. അണ്ണൻ സൂപ്പർ എന്ന് പറഞ്ഞാൽ അത് സൂപ്പർ തന്നെയാണ്.